നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാറ്ററി ചാർജറിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ബാറ്ററിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചാണ്. സെൽസ് ആൻഡ് ബാറ്ററീസ് എന്നുള്ള ചാപ്റ്ററിൽ ഇലക്ട്രോളിസിസ് പറഞ്ഞ് തുടങ്ങിയിട്ട് സെൽസ് ആൻഡ് ബാറ്ററി, സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തുടങ്ങി ഇങ്ങനെ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. ഇതിൽ പ്രൈമറി സെല്ലുണ്ട്, സെക്കൻഡറി സെല്ലുണ്ട്. ഇതെന്താണ് റീചാർജ് ചെയ്യാൻ പറ്റിയത്, റീചാർജ് ചെയ്യാൻ പറ്റുന്നത് സെക്കൻഡറി സെല്ല്, ലെഡ് ആസിഡ് സെല്ല്, എഡിസൺ സെല്ല്, നിക്കൺ കാഡ്മിയം സെല്ല്, ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ലെഡ് ആസിഡിൻ്റെ ചാർജിങ്, അതുപോലെ തന്നെ ഡിസ്ചാർജിങ്, പിന്നെ ഫുള്ളി ചാർജ്ഡ് സെല്ല് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലേ, അത് വോൾട്ടേജ് നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം, അതുതന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലേ, ഗ്യാസിങ്, കളർ ഓഫ് പ്ലേറ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. അതുപോലെ തന്നെ കപ്പാസിറ്റി എങ്ങനെ നമുക്ക്, അല്ലേ, ഒരു സെല്ലിൻ്റെ കപ്പാസിറ്റി എങ്ങനെയാണ് അളക്കുക, ആംബിയർ ഹവറിലാണ്. ഈ കപ്പാസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഗ്രൂപ്പിംഗ് ഓഫ് സെല്ല്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക, പാരലായിട്ട്, സീരീസ് പാരലായിട്ട്. അതുപോലെ തന്നെ ചാർജിങ്, ലെഡ് ആസിഡ് സെല്ലിൻ്റെ ചാർജിങ് എങ്ങനെയാണ്, കോൺസ്റ്റൻറ്റ് കറണ്ട് സിസ്റ്റം, കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സിസ്റ്റം, അതുപോലെ തന്നെ ട്രിക്കിൾ ചാർജിങ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒന്ന് പറയുന്നതാണ്. എന്താണ്, ഒരു ഗുഡ് വർക്കിംഗ് കണ്ടീഷനിൽ നിൽക്കാനും വേണ്ടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബാറ്ററിയെ ചാർജ് ചെയ്യുക, ലോ റേറ്റിൽ, ഫുൾ ചാർജിങ് കറണ്ടിൻ്റെ 2% റേറ്റിൽ ഫുള്ളായിട്ട് ചാർജ് ചെയ്യുന്നതിന് ട്രിക്കിൾ ചാർജിങ് എന്ന് പറയുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പിന്നെ നമ്മൾ ബാറ്ററി ചാർജറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന് ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒന്ന് എക്സ്പ്ലെയിൻ പ്രോപ്പർ സെലക്ഷൻ ആൻഡ് റേറ്റിംഗ് ഓഫ് ബാറ്ററി. പ്രോപ്പറായിട്ട് ബാറ്ററി സെലക്ട് ചെയ്യണതിൻ്റെ റേറ്റിംഗ് എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു പോകുക. അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്. രണ്ടാമത്തത് ഇതാണ് നമ്മൾ നോക്കുന്നത്, എക്സ്പ്ലെയിൻ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ബാറ്ററി ചാർജ്. ബാറ്ററി ചാർജിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ചെറിയ തോതിലൊന്ന് നമ്മൾ പറയുകയാണെന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ബാറ്ററി നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രോപ്പറായിട്ട് ഒരു ബാറ്ററി വർക്ക് എവിടെയാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻവെർട്ടറിലോ UPSലോ എവിടെയാണെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ പ്രോപ്പറായിട്ട് ബാറ്ററി നമ്മൾ സെലക്ട് ചെയ്യുകയും അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. അപ്പോൾ ഈ ബാറ്ററികൾ 4 ടൈപ്പിൽ, സാധാരണ 4 ടൈപ്പ് ബാറ്ററി നമ്മൾ ഇൻവെർട്ടറിലും UPSലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററികളുണ്ട്. എന്താണ്, ഒന്ന് ഓട്ടോമൊബൈൽ ബാറ്ററി, 2 ട്യൂബുലാർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ലെഡ് ആസിഡ് ബാറ്ററി, മൂന്നാമത്തത് സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററി, SMF. ആ പേരൊന്ന് ഓർക്കുക, സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററി. മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള സീൽഡ് ബാറ്ററിയാണ്. അതിൽ നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒന്നും വേണ്ട, അത് മെയിൻ്റനൻസ് ഫ്രീ ആണ്. പിന്നെ നാലാമത്തത് നിക്കൽ കാഡ്മിയം ബാറ്ററി. ഇത്രയും ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ ഇപ്പോൾ ഒന്ന് നോക്കുന്നത് എന്താണ്, കപ്പാസിറ്റി, റേറ്റിംഗ് ഓഫ് ബാറ്ററി മാത്രമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ചർച്ച ചെയ്യുന്നത്. റേറ്റിംഗ് ഓഫ് ബാറ്ററി എന്താണ്, നമ്മൾ സെല്ലിൻ്റെ കപ്പാസിറ്റി നമ്മൾ പറയാം ആംബിയർ ഹവറിലാണ്. കപ്പാസിറ്റി ഓഫ് ബാറ്ററി ഈസ് റേറ്റഡ് ദി ആംബിയർ ഹവറിലാണ് പറയുക. ഈ ആംബിയർ ഹവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബാറ്ററിയുടെ ബാക്കപ്പ് ടൈം, എത്ര സമയം നമുക്ക് കിട്ടുന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആംബിയർ അവർ കപ്പാസിറ്റി, ആ ബാറ്ററിയുടെ ആംബിയർ അവർ കപ്പാസിറ്റിയാണ് ബാക്കപ്പ് ടൈം തീരുമാനിക്കുന്നത്. ഹയർ ദ ആംബിയർ അവർ കപ്പാസിറ്റി നമ്മൾ കൂടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, മോർ ദി ബാക്കപ്പ് ടൈം കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ആംബിയർ അവർ കൂടുതലാണെങ്കിൽ എന്താണ്, ബാക്കപ്പ് ടൈം നമുക്ക് കൂടുതലായിട്ട് കിട്ടും. ഇതൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ 6 വോൾട്ട്, 12 വോൾട്ട്, 24, 48 അങ്ങനെ പോയിട്ട് 120 വോൾട്ട് വരെ ഉള്ളത്. അതിൽ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണയിൽ 6 വോൾട്ടും 12 വോൾട്ട്, 24 വോൾട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ബാറ്ററി ചാർജറാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബാറ്ററി ചാർജറിൽ എന്തൊക്കെ വേണമെന്നുള്ളത്. അല്ല, ഒന്നാമത് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് 240 വോൾട്ടാണ്. ബാറ്ററിയുടെ വോൾട്ടേജ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു 6 വോൾട്ടോ 12 വോൾട്ടോ 24 വോൾട്ടോ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അല്ലേ, പിന്നെ നമ്മുടെ 240 വോൾട്ടിനെ ആ റേഞ്ചിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, അല്ലേ, ഒരു ട്രാൻസ്ഫോമർ യൂണിറ്റ് അതിൽ വേണ്ടി വരും. പിന്നെ എന്ത് ചെയ്യണം, അല്ലേ, നമ്മൾ ബാറ്ററിൻ്റെ ഉള്ളിൽ DC ആണ്, അല്ലേ, സ്റ്റോർ ചെയ്യുന്നത് DC ആണ്. പിന്നെ നമ്മൾ ബാറ്ററിയിൽ DC ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ എന്താണ്, അത് പിന്നെ DC, അല്ലേ, അതിൽ ചാർജ് ചെയ്യണമെങ്കിൽ DC വേണം. അപ്പോൾ ഈ AC എന്ത് ചെയ്യണം, DC ആക്കണം. അപ്പോൾ ഒരു റെക്ടിഫയർ സർക്യൂട്ട് വേണം, അല്ലേ.
പിന്നെ എന്താണ് ഈ ഫുൾ ചാർജ് ആയാൽ അല്ലേ, ഫുൾ ചാർജ് ആയാൽ തിരിച്ചറിയൽ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫുള്ളി ചാർജ് ആയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്കുള്ള ചാർജിങ് കറണ്ട് കട്ടാവണം. ഈ സാധനമൊക്കെ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ബ്ലോക്ക് ഡയഗ്രാം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് ഒരു AC ഇൻപുട്ടാണ്. ഇവിടെ നിന്നൊരു ട്രാൻസ്ഫോമർ യൂണിറ്റ് ഉണ്ട്. ആ ട്രാൻസ്ഫോമറിൻ്റെ യൂണിറ്റിൽ എന്തൊക്കെയുള്ളത് നമുക്ക് അടുത്തതായിട്ട് പറയാം. പിന്നെ ഒരു റിലേ യൂണിറ്റ് ഉണ്ട്. റിലേ യൂണിറ്റിന് 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്നെന്താണ് ഈ ബാറ്ററിയിലേക്ക് അല്ലെ ഈ റെക്ടിഫയറിലേക്ക് വേണ്ട സപ്ലൈ കൊടുക്കുക എന്നുള്ളതും, രണ്ടാമത് ഫുൾ ചാർജ് ആയാൽ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആണ്. അതിൻ്റെ ആ 2 ഫംഗ്ഷനും ചെയ്യുന്നത് ഈ റിലേ യൂണിറ്റാണ്. പിന്നെ DC റെക്ടിഫിക്കേഷനാണ്. അത് പിന്നെ AC DC ആക്കാനും വേണ്ടിയുള്ളതാണ്. പിന്നെ എന്താണ് ചാർജ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഇവിടെ ഉണ്ട്. ആ ചാർജ് യൂണിറ്റ് എന്താണ്, നമുക്ക് ചാർജ് കറണ്ട് അല്ലെ, ചാർജിങ് കറണ്ട് നമുക്ക് കാണണം. അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. അത് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാനും വേണ്ടിയാണ് ചാർജിങ് യൂണിറ്റ്. പിന്നെ ബാറ്ററി, ഇതാണ് ബാറ്ററി, അണ്ടർ ചാർജിലുള്ള ബാറ്ററിയാണ്. ആ ബാറ്ററി ഫുൾ ചാർജ് ആയാൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടേക്കുള്ള സപ്ലൈ കട്ട് ചെയ്യാനും വേണ്ടി ഒരു ചാർജ് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അവിടെ ഒരു സെൻസിങ് യൂണിറ്റാണ്. എത്ര ചാർജായി എന്നുള്ളത് സെൻസ് ചെയ്യും, അത് അതിനനുസരിച്ച് ചാർജ് ചെയ്യും. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യം തന്നെ ട്രാൻസ്ഫോമർ യൂണിറ്റാണ്. ഇപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമർ യൂണിറ്റിൽ ഒരു മെയിൻ ട്രാൻസ്ഫോമർ ഉണ്ട്. ആ മെയിൻ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തത് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ വഴിയാണ് കണക്ട് ചെയ്തത്. ഈ ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് എന്താണ് റിലേ വഴിയാണ് സപ്ലൈ കൊടുത്തിട്ടുണ്ടാവുക. ഇവിടെ ഈ ട്രാൻസ്ഫോമർ യൂണിറ്റിലൊരു മെയിൻ ട്രാൻസ്ഫോമർ ഉണ്ട്, പിന്നെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ട്. ആ ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് എന്താണ് ഈ റിലേ വഴിയായിരിക്കും കണക്ട്. ഇത് എന്തിനാണ്, ഇവിടെ ഫുൾ ചാർജ് ആയത് കട്ടാക്കണം. അപ്പോൾ പിന്നെ ഒരു എന്താണ് കൺട്രോൾ യൂണിറ്റ് ട്രാൻസ്ഫോമർ ഉണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക് ചാർജ് കൺട്രോൾ സപ്ലൈക്ക് എപ്പോഴും സപ്ലൈ എത്തണം. അതെന്താണ് ഈ കൺട്രോൾ യൂണിറ്റ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിൽ നിന്നാണ് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമർ യൂണിറ്റിൽ ഇത്രയും സംഗതികളാണുള്ളത്. ഇനി രണ്ടാമത്തെ റിലേ യൂണിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 2 ഫംഗ്ഷനാണ് ചെയ്യുന്നത് റിലേ യൂണിറ്റ്. അതാണ് ഒന്നാമത്തത് റിലേ യൂണിറ്റ് സപ്ലൈസ് ദ DC റെക്ടിഫയർ ഇൻപുട്ട്. DC റെക്ടിഫയറിലേക്കുള്ള ഇൻപുട്ട് സപ്ലൈ ചെയ്യുന്നത് ഇതിനാണ്, ഈ റിലേ യൂണിറ്റാണ്. അത് എന്തിനും വേണ്ടിയുള്ളതാണ്, നമുക്ക് ബാറ്ററി ചാർജ് ആകാൻ വേണ്ടിയുള്ള DC ആണ്. അതുണ്ടാക്കാനുള്ള സപ്ലൈ പിന്നെ കൊടുക്കുന്നത് അല്ലെ, DC റെക്ടിഫയറിലേക്കുള്ള സപ്ലൈ കൊടുക്കുന്നത് റിലേ യൂണിറ്റാണ്. ഈ രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കുക. ഇതാണ് ഈ റിലേ യൂണിറ്റ് ആൾസോ കട്ട് ഓഫ് ദി റെക്ടിഫയർ ഇൻപുട്ട് AC അല്ലെ, റെക്ടിഫയർ ഇൻപുട്ട് AC കട്ട് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞു റിലേ പിന്നെ ഓട്ടോ ട്രാൻസ്ഫോമറിനെ കട്ടാക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യും, കട്ട് ഓഫ് ആക്കണം. എപ്പോൾ ബാറ്ററി ഈസ് ഫുള്ളി ചാർജ്ഡ്, ബാറ്ററി ഫുൾ ചാർജാണ് സമയത്ത് എന്ത് ചെയ്യണം. അങ്ങനെ 2 ഫംഗ്ഷനാണ് റിലേ യൂണിറ്റുള്ളത്. അടുത്തത് DC റെക്ടിഫയർ ആണ്. അതിനെക്കുറിച്ച് നമ്മൾ ഈ വർഷം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഹാഫ് വേവ് ഉണ്ട്, ഫുൾ വേവ് ഉണ്ട്. അതിൽ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെയും ഉപയോഗിക്കുന്നത്. എന്താണ് റെക്ടിഫയർ യൂണിറ്റ് ആൾവേസ് ഈസ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ടു ഹാൻഡിൽ ഹെവി ചാർജിങ് കറണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് DC റെക്ടിഫയർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. അടുത്തത് ചാർജിങ് യൂണിറ്റാണ്. ചാർജിങ് യൂണിറ്റ് എന്താണ്, അതിൽ ദിസ് ഇൻഡിക്കേറ്റ്സ് ദ ചാർജിങ് കറണ്ട് ടേക്കൺ ബൈ ദ ബാറ്ററി എടുക്കുന്ന ചാർജിങ് കറണ്ട് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത്. ഇവിടെ ഒരു ഫംഗ്ഷൻ ചാർജിങ് യൂണിറ്റിൻ്റെ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ അതിലൊരു ടെസ്റ്റ് സ്വിച്ച് ഉണ്ട്. അതെന്ത് ചെയ്യാം, നമുക്ക് ആ ടെസ്റ്റ് സ്വിച്ച് നിൽക്കിയാൽ ചാർജിങ് കണ്ടീഷൻ ഓഫ് ദ ബാറ്ററി നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് ദി ചാർജിങ് കണ്ടീഷൻ ഓഫ് ദ ബാറ്ററിയുടെ ചാർജിങ് കണ്ടീഷൻ നമുക്ക് ആ ടെസ്റ്റ് സ്വിച്ച് നിൽക്കി നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ചാർജിങ് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ അതാണ്, ഇൻഡിക്കേറ്റ് ചെയ്യുക ചാർജിങ് കറണ്ട്, ബാറ്ററി എത്ര ചാർജിങ് കറണ്ട് എടുക്കേണ്ടതെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനും. അതുപോലെ തന്നെ നമുക്ക് ടെസ്റ്റ് സ്വിച്ച് നോക്കിയിട്ട് ചാർജിങ് കണ്ടീഷൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാനും പറ്റും. അതാണ് ഈ ചാർജിങ് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ. ഇനി ബാറ്ററിയാണ്. ബാറ്ററി നമുക്കറിയാം, ബാറ്ററി സാധാരണ നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഉപയോഗിക്കാറ്. ആ ലെഡ് ആസിഡ് ബാറ്ററി ഉപയോഗിക്കുമ്പോൾ എന്താണ്, ആ ലെഡ് ആസിഡ് ബാറ്ററി ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് അതിന് എന്തുണ്ടാവും, ഗ്യാസ് പുറപ്പെടുവിക്കും അല്ലേ, എക്സോസ്റ്റ് ഗ്യാസ് ഉണ്ടാവും, സെല്ലുകളിൽ നിന്നും ഗ്യാസ് പുറപ്പെടുവിക്കും. അത് എന്ത് ചെയ്യാൻ പുറത്തേക്ക് പോകാനും വേണ്ടി അതിൻ്റെ വെൻറ്റ് പ്ലഗ് നമ്മൾ ഓപ്പൺ ചെയ്യണം. അതുപോലെ തന്നെ ഇത് വെക്കുന്നത് എന്ത് ചെയ്യണം, വെൽ വെൻറ്റിലേറ്റഡ് റൂമിലായിരിക്കണം നമ്മൾ ഈ ബാറ്ററി, ചാർജ് ചെയ്യുന്ന ബാറ്ററി വെക്കുന്നത്. അതാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. അടുത്ത ഇതിൻ്റെ ചാർജ് കൺട്രോൾ യൂണിറ്റ് ഞാൻ പറഞ്ഞു. എന്താണ്, നമുക്ക് ഫുള്ളി ചാർജ്ഡ് ആയാൽ ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് ചെയ്താൽ എന്ത് ചെയ്യണം, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ചെയ്യണം. ആ കട്ട് ഓഫ് ചെയ്യാനും വേണ്ടിയാണ് ചാർജ് കൺട്രോൾ യൂണിറ്റ്. വൺസ് ദ ബാറ്ററി ഫുള്ളി ചാർജ്ഡ്, ഫുള്ളായിട്ട് ബാറ്ററി ചാർജ് ആയാലും എന്ത് ചെയ്യണം, എന്താ DC സപ്ലൈ ടു ബാറ്ററി ടു ബി കട്ട് ഓഫ് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാണ്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിലൊരു വോൾട്ടേജ് സെൻസിങ് സർക്യൂട്ട് ഉണ്ട്. അത് എന്ത് ചെയ്യും, ഈ ചാർജ് കൺട്രോൾ യൂണിറ്റിനെ എനേബിൾ ആക്കും. എന്നിട്ട് എന്ത് ചെയ്യും, എ സി ഇൻപുട്ട്, ഇവിടെ എ സി ഇതിലേക്കുള്ള എ സി ഇൻപുട്ട് ഈ ചാർജ് ഇത് വോൾട്ടേജ് സെൻസ് ചെയ്യും. വോൾട്ടേജ് സെൻസ് ചെയ്യുമ്പോൾ ഈ ചാർജ് കൺട്രോൾ യൂണിറ്റ് ഈ റിലേനെ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള എ സി കട്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററിയിലേക്കുള്ള സപ്ലൈ കട്ടാക്കുക എന്നുള്ളതാണ് ഈ ചാർജ് കൺട്രോൾ യൂണിറ്റിൻ്റെ ഫങ്ഷൻ. ഇത്രയുമാണ് ഈ പിന്നെ നമുക്ക് ബ്ലോക്ക് ഡയഗ്രത്തിൽ ഈ എങ്ങനെയാണ് ഒരു ബാറ്ററി ചാർജർ ഉണ്ടാക്കുക, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ഫുള്ളായിട്ട് ചാർജ് ആയാൽ അല്ലേ, ഫുള്ളായിട്ട് ചാർജ് ആയാൽ നമുക്ക് എങ്ങനെ അത് വോൾട്ടേജ് അല്ലേ, ടെസ്റ്റിംഗ് ഓഫ് ബാറ്ററീൻ്റെ വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യൽ എങ്ങനെയാണെന്നുള്ളതും കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എന്തുപയോഗിച്ചാണ് നമ്മൾ വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യുക, ആർക്കെങ്കിലും അറിയോ അല്ലേ? വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് വോൾട്ട് മീറ്റർ മതി. പക്ഷേ ഈ വോൾട്ട് മീറ്റർ ടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലോഡ് കൊടുക്കാതെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, വോൾട്ട് മീറ്ററിൽ 12 വോൾട്ടാണെങ്കിൽ 13 അല്ലെങ്കിൽ 13 വോൾട്ടാണെങ്കിൽ 13 വോൾട്ട് എന്ന് കാണിക്കും. പക്ഷേ നമ്മൾ ലോഡ് എപ്പോൾ കൊടുക്കണോ ആ സമയത്ത് എന്ത് ചെയ്യും, ഈ വോൾട്ടേജ് നമുക്ക് ലോഡ് വർക്ക് ചെയ്യാൻ കഴിയില്ല, അതിൻ്റെ വോൾട്ടേജ് കുത്തനെ താഴും. അപ്പോൾ ഇതിൽ പ്രോപ്പറായിട്ട് വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇത് ഫുള്ളി ചാർജ് ആയണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ. ഓർത്ത് വെക്കണം, ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യുക. ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അടുത്തായിട്ട് പറയുന്നുണ്ട്. ഇതിൽ എന്താണ് ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ടേജ് ഓരോ സെല്ലിനും 2.1 വോൾട്ട് കിട്ടണം. അത് കിട്ടുകയാണെങ്കിൽ നല്ല ആ ബാറ്ററിയുടെ ആ സെല്ല് നല്ലതാണ്. ഇങ്ങനെ ഓരോ സെല്ലും നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഇതിലെന്താണ് 1.8 വോൾട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റ്, ബിലോ 1.8 വോൾട്ടിലും 8 വോൾട്ടിലും കുറവാണെങ്കിൽ അതെന്താണ് ഫുള്ളി ഡിസ്ചാർജ്ഡ് ബാറ്ററി ആണെന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ചാർജ് ചെയ്തിട്ട് പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോഴും 1.8 വോൾട്ട് തന്നെയാണ് കാണിക്കണമെങ്കിൽ, 1.8 വോൾട്ടിലും കുറവാണ് കാണിക്കുന്നതെങ്കിൽ ആ ബാറ്ററി എന്താണ് ഡെഡ് കണ്ടീഷനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ ഉപയോഗിച്ച് വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വളരെ കുറഞ്ഞ സമയം അത് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുക. നെവർ കണക്ട് ദി ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ ഫോർ ലോങ് ഡ്യൂറേഷൻ വൈൽ ചെക്കിംഗ് വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറേ സമയം എന്ത് ചെയ്യാൻ പാടില്ല, ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ അതിൽ കണക്ട് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇതിലെ ബാറ്ററിൻ്റെ ഫുൾ ലോഡ് വർക്ക് ചെയ്യുന്ന രീതിയിലാണിത്, ഹെവി ലോഡായിരിക്കും അതിൽ ഉണ്ടാവുക. ആ സമയത്ത് എന്ത് ചെയ്യും, സെല്ല് ഫുള്ളായിട്ട് ഡിസ്ചാർജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് കുറേ സമയം നമ്മൾ വെക്കരുത്, ഒന്ന് നോക്കുക, അപ്പോൾ തന്നെ എടുക്കണം. ഇത് ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ബാറ്ററി ചാർജറിനെ കുറിച്ചാണ്. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രോപ്പർ സെലക്ഷൻ ആൻഡ് റൈറ്റിങ്, അതുപോലെ അത് ചെക്ക് ചെയ്യുമ്പോൾ അല്ലേ നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കുക. കൂടുതലായിട്ട് നമുക്ക് ബുക്കിൽ ഉണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.